അൾസേഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് അൾസേഷ്യൻ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഒരു ലെയർ കമ്മ്യൂണിസത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമായിട്ടോ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അൾസേഷ്യൻ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ അൾസേഷ്യൻ പട്ടി എന്ന് നമ്മൾ കേട്ടില്ലേ. ഈ അൾസേഷ്യ എന്ന് പറയുന്നത് ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ അവർ സ്വതന്ത്രമായ കമ്മ്യൂണിസ്റ്റ് ഒരു ലൈൻ സ്വീകരിച്ചവരാണ്. ദേവർ പ്രോ ഹിറ്റ്ലർ, പ്രോ നാസി, അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പല അടരുകളുണ്ട്. അപ്പോൾ അതിൽ വി ഡി സതീശൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിമർശനത്തിനെ സാധൂകരിക്കാൻ ചരിത്രത്തിലെ ഒരു സന്ദർഭത്തെ വളരെ വിദഗ്ധമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ചരിത്രത്തിലെ ഏതൊരു സംഭവത്തിനെന്നതുപോലെ അതെല്ലാം സങ്കീർണമാണ്. പലതരം സങ്കീർണമായ അടരുകൾ അതിനകത്തുണ്ട്. അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ട് ഇത് ശരി അങ്ങനെ നമുക്ക് വകതിരിച്ചെടുക്കാൻ എളുപ്പത്തിൽ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഫാസിസത്തിനെതിരെ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അവരുണ്ടായിരുന്നു. അതേസമയം ഇങ്ങനെയുള്ള കുറേ ഗ്രേ ഷെയ്ഡ്സ് അതിനകത്തുണ്ട്. ഇത് എഗൈൻ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമുണ്ട്. ഇന്ത്യയിലിപ്പോൾ ഇന്നത്തെ ഹിന്ദുത്വ റെജീം ഇന്ത്യ അടക്കി ഭരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വഭാവം തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്ക് ആരാണ് ഇതിനെ വളർത്തിയെന്ന ചോദ്യത്തിന് കോൺഗ്രസിനെതിരെ ചൂണ്ടാകുന്ന ഒരുപാട് വിരലുകളുണ്ട്. ശിലാന്യാസം മുതൽ ഈ രാമനാരായണ സീരിയലിൻ്റെ ടെലികാസ്റ്റ് മുതൽ ഇങ്ങനെ തുടങ്ങിയാൽ കുറേ കാര്യങ്ങൾ. അതേസമയം അപ്പുറത്ത് നോക്കുക, ഇന്ത്യൻ ഹിന്ദുത്വ ബ്രിഗേഡിന് ലെജിറ്റിമസി ഉണ്ടാക്കി കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ അടിയന്തരാവസ്ഥക്കാലത്ത് ഈ പറയുന്ന ലെഫ്റ്റും സെക്യുലർ ഫോഴ്സസും RSSും എല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള സംയോജിത നീക്കങ്ങളുണ്ട്. കോൺഗ്രസിനെതിരായിട്ടുള്ള സംയോജിത നീക്കങ്ങളുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്താണെങ്കിലും അതിന് ശേഷമാണെങ്കിലും അത് ഇവർക്ക് ലെജിറ്റിമസി ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും കുറ്റപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. രാഷ്ട്രീയ നേതാക്കന്മാർ സ്വാഭാവികമായിട്ടും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ഓരോ സംഗതികൾ ഊരിയെടുത്ത് വരും. അപ്പോൾ അതിലൊരു നല്ല ഡിബേറ്റ് നടക്കട്ടെ. അത് രസകരമായുള്ളൊരു അനുഭവമാണ്. അവസാനമായിട്ട് ഇതിൻ്റെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഇതിൽ സതീശൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സതീശൻ UDFൻ്റെ നേതാവാണ്. നോക്കൂ, കേരളത്തിൽ LDF എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞാണ്, ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ലെഫ്റ്റ് പാർട്ടികൾ എവിടെയുണ്ട്? UDFിലുണ്ട്. ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൽ CPMും CPIയും RSP ലെനിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടിയാണുള്ളത്. പക്ഷേ UDFിൽ CMP ഉണ്ട്, RMP ഉണ്ട്, RSP ഉണ്ട്, പിന്നെ നമ്മുടെ ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്. ഇതുകൂടാതെ പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പെന്നും അമ്പലപ്പുഴയിൽ നിന്നുള്ള ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരികൾ അംഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഹിറ്റ്ലർ ജർമ്മനിയും USSRനെയും ഒക്കെ ചേർത്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് തൻ്റെ കൂടെയുള്ള കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളുണ്ട്, പുതിയ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ UDFിൻ്റെ കൂടെ നിൽക്കുന്ന അവർക്ക് കൂടെ അത് കൊള്ളുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഈ ഡിബേറ്റ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഇത് വിശദീകരിക്കാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം സ്റ്റാലിൻ ആരാധകരായുള്ള ആളുകൾ ഇവിടെ എമ്പാടുകൊണ്ട് നിന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി അതൊക്കെ ആ ഡിബേറ്റും വരട്ടെ. സ്റ്റാലിൻ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഹിറ്റ്ലർ ഒരുപാട് മനുഷ്യരെ കൊന്ന ഒരു ഫാസിസ്റ്റ് നമ്മൾ വിളിക്കുന്നു. ഹിറ്റ്ലർ കൊന്ന ആളുകളുടെ എണ്ണം എത്രയാണ്, സ്റ്റാലിൻ കൊന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പം ഹിറ്റ്ലർ നിങ്ങൾ ഫാസിസ്റ്റ് എന്നോ നാസിസ്റ്റ് എന്നോ വിളിക്കുന്നു, സ്റ്റാലിൻ എന്ത് വിളിക്കും? അപ്പോൾ സ്റ്റാലിനെ ആ ഒരു കണക്കിൽ ഒരു സോഷ്യൽ ഫാസിസ്റ്റ് എന്ന് നിശ്ചയമായും വിളിക്കാവുന്ന ആളാണ്. കൂടെ ഈ പേർജിങ്ങിനെ കുറിച്ച് അതും കൂടെ പറഞ്ഞ് അവസാനിക്കുക. പേർജിങ്ങിനെ കുറിച്ച് അജിംസ് പറഞ്ഞു, ഈ ലെനിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിരുന്നു വ്യാപകമായി കരുതപ്പെട്ട ലിയോൺ ട്രോട്സ്കി, മഹാനായുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്. ആ മനുഷ്യനെ പിന്നാലെ കൂടി അവസാനം നാട് വിട്ട് മെക്സിക്കോ പോയിട്ട് അവിടെ ഏതോ ഒരു ഫാം ഹൗസിൽ താമസിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ തലയിൽ ഐസാക്സ് കൊണ്ട് ഇടിച്ച് കൊല്ലുന്നുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് പോയിട്ട്, സ്റ്റാലിൻ്റെ. അപ്പോൾ മെക്സിക്കോ 52 ഐസാക്സ് കൊണ്ട് തലക്കിടിക്കുകയാണ് ചെയ്തത്, തലക്ക് വെട്ടുകയാണ് ചെയ്തത്. ഇന്ന് ആ മെക്സിക്കൻ പോലീസ് അങ്ങേരെ അറസ്റ്റ് ചെയ്യുന്നു. എന്താണ് എർക്കമഡ, ആ കക്ഷിയുടെ പേര് ഞാൻ മറന്നു, റമാൻ എർക്കമഡ എന്താണ്. രസകരമാണ് ആ മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ മെക്സിക്കൻ ലോയിൽ മാക്സിമം പോസിബിൾ പണിഷ്മെൻറ്റ് 20 വർഷമാണ്. അത് കൊടുക്കുന്നു. 40 സംഭവം. 60 ഈ മനുഷ്യൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ദാണ്ടെ ഇങ്ങനെ സോവിയറ്റ് യൂണിയനിൽ വരികയാണ്. സോവിയറ്റ് യൂണിയൻ വന്നിട്ട് എന്താ സംഭവിക്കുന്നത് അറിയോ? മഹാസ്വീകരണം. നമ്മുടെ ഭാരതരത്നയാണ് ഓർഡർ ഓഫ് ദ ലെനിൻ നൽകി ഈ കൊലയാളി ആദരിക്കുകയാണ് ചെയ്യുന്നത് സോവിയറ്റ് യൂണിയൻ. ആരാ ചെയ്യുന്നറിയോ? ക്രുഷ്ചേവ്. ആര്? ഡീസ്റ്റാലിനൈസേഷൻ പ്രോജക്റ്റുമായി നടന്നിട്ടുള്ള, സ്റ്റാലിൻ കാലത്ത് ചെയ്തിട്ടുള്ള തോന്നിയാസങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ്. പക്ഷെ അവനും ഈ കുലം കുത്തിയ കൊന്നവനെ ആദരിക്കാതിരിക്കാൻ ക്രൂഷ്ചേവിന് സാധിക്കുന്നില്ല.
അപ്പോൾ എന്താണ് ഈ ഫാസിസം, എന്താണ് നാസിസം, എന്താണ് സോഷ്യൽ ഫാസിസം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കുറച്ചും കൂടെ രസകരമായ ഡിബേറ്റുകൾ വരട്ടെ. അതിന് ഓഫ് കോഴ്സ് വി ഡി സതീശൻ വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കും.